ലെറ്റ് us ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. ഇതൊരു വിഷനാണ്. ഈ വിഷൻ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായി ബന്ധപ്പെട്ടാണ്. അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ ആഴ്ച ഒരു സൂര്യ ഉത്സവം നടന്നു. ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു. അതായത് ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സോളാർ എനർജി കപ്പാസിറ്റിയിൽ ഏതാണ്ട് 32 മടങ്ങ് വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്. മാത്രമല്ല 2030 500 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂൽ എനർജി കപ്പാസിറ്റി ഇന്ത്യ നേടിയെടുക്കും എന്ന് പറയുന്നു. ഇതൊക്കെ ഇന്റർനാഷണൽ സോളാർ അലയൻസുമായി ബന്ധപ്പെട്ടാണ്. 2015 ഫ്രാൻസുമായിട്ട് ചേർന്നിട്ടാണ് ആദ്യമായിട്ട് നമ്മളൊരു ഇനിഷ്യേറ്റീവ് ഇത്തരത്തിൽ മുമ്പോട്ട് വെക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു അഭിപ്രായം മാത്രമായിരുന്നു ആദ്യം. ഈ അഭിപ്രായം ലോക രാജ്യങ്ങളൊക്കെ കേൾക്കുകയും അവരെല്ലാം അംഗീകരിക്കുകയും അത്തരത്തിൽ വലിയൊരു നിലവാരത്തിലേക്ക് ഇത് ഉയരുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് നിലവിൽ വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് ഇതിന്റെ ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ രാജ്യത്തെ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ അജയ് മാത്തൂർ എന്ന് പറയുന്ന ആളാണ്. കാര്യം ഇതാണ്, നമ്മുടെ ഭൂമിയെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നൊക്കെയുള്ള ലൈനുകളെ കുറിച്ച് സാങ്കല്പിക രേഖകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ രണ്ടിനെയും ഇടയ്ക്കാണ് വർഷത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. ട്രോപ്പിക്കൽ റീജിയൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഈ രാജ്യങ്ങൾ ഈ സൂര്യപ്രകാശം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമല്ലേ. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന എനർജി ബാറ്ററികളിലും മറ്റും സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഈ രാജ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതുവഴി ഫോസിൽ ഇന്ധനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുകയും അതുവഴി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആവുകയും ഗ്ലോബൽ എമിഷൻ കുറയ്ക്കുകയും ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് നമ്മൾ ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസിലേക്ക് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് 101ാമത്തെ രാജ്യമായിട്ട് നേപ്പാൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. 99ാമത്തെ രാജ്യമായിട്ട് സ്പെയിനും 100ാമത്തെ രാജ്യമായിട്ട് പരാഗ്വേയും ജോയിൻ ചെയ്ത വാർത്തകൾ മുമ്പുള്ള ആഴ്ചകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നേപ്പാളാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തിൽ ഫുൾ മെമ്പറായിട്ടാണ് നേപ്പാൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഫുൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് ആകെ 101 രാജ്യങ്ങളാണ് ഇപ്പോൾ. എന്നാൽ 120ൽ കൂടുതൽ സിഗ്നേറ്ററി കൺട്രീസും ഇതിലുണ്ട്. ലോകമെമ്പാടും വലിയ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രഭാവം ഉണ്ടാക്കാൻ പോകുന്ന ഒരു നേട്ടമായിരിക്കും ഇന്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ടുവരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സൂര്യപ്രകാശം കിട്ടി ഇതിൽ നിന്നും എനർജി ഉണ്ടാക്കുന്ന രാജ്യങ്ങളെ നമ്മുടെ രാജ്യം വിളിച്ചത് സൂര്യപുത്രാസ് എന്നാണ്, അല്ലെങ്കിൽ സൺഷൈൻ കൺട്രീസ് എന്ന് പറയും. നമ്മുടെ ഈ ഉദ്യമം മഹത്തരമായൊരു കാര്യമായി തീരട്ടെ, ലോകത്തിന്റെ നന്മയിലേക്ക് വലിയൊരു സംഭാവന നൽകട്ടെ. ഇതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അധികം താമസിക്കാതെ മുമ്പോട്ടുള്ള വർഷങ്ങളിൽ വലിയ താമസം ഉണ്ടാകാതെ തന്നെ ഇന്ത്യ ഒരു വലിയ എനർജി സെന്ററായിട്ട് അറിയപ്പെടട്ടെ. അതുവഴി ലോക രാജ്യങ്ങൾക്ക് വലിയ വലിയ സംഭാവനകൾ നേടിക്കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.